എല്ലാവർക്കും നമസ്തേ. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നത്. ഇന്നത്തെ സ്പെഷ്യൽ തേങ്ങാക്കൊത്തിട്ട് വെച്ച ബീഫാണ്. 3/4 കിലോ ബീഫാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ആദ്യം ഉപ്പിട്ട് നന്നായിട്ട് ബീഫ് കഴുകിയെടുക്കുക. ബീഫ് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ ആവശ്യമായ 3 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാരണം 3 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, 3/4 ടീസ്പൂൺ മസാല. ഇവയെല്ലാം എടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ വറുത്ത് മാറ്റി വെച്ച മസാലക്കൂട്ട് അതിലേക്ക് ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഈ കൂട്ടിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് തിരുമ്മിക്കൂട്ടാം. ഈ തിരുമ്മിക്കൂട്ടിയ ബീഫ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കറി വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്: തേങ്ങാക്കൊത്ത്, ഉരുളക്കിഴങ്ങ്, മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സവാളയും ചെറിയുള്ളിയും കൂടി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്. ഇനി നമുക്ക് കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചട്ടി വയ്ക്കാം. അടുപ്പിലേക്ക് ചട്ടി നല്ലവണ്ണം ചൂടായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യമേ തന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ച് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് മൂത്ത് പാകമായിട്ടുണ്ട്. നമുക്ക് കോരി വെക്കാൻ. സവാളയും ചെറിയുള്ളിയും കൂടി അരിഞ്ഞ കൂട്ടിലേക്ക് പച്ചമുളക് ചേർത്ത് വഴറ്റാം. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ 3/4 ടീസ്പൂൺ മസാലയാണ് ഇട്ടത്. ഒരു 1/2 ടീസ്പൂൺ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെന്ത ബീഫ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. അടപ്പ് മാറ്റിയിട്ട് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് മീതിയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ബീഫ് വെന്ത് പാകമായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് കമൻ്റ് ഇടുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. സന്ധ്യ ജെന്നിഫർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.